ഞാൻ ഒരു സമ്പന്ന കുടുംബത്തിൽ തുണിയില്ലാതെ പിറന്നവനാണ്. എനിക്കാകെ ഒറ്റ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. സംശയമുണ്ടെങ്കിൽ നാട്ടുകാരോട് ചോദിക്കാം. കൂടാതെ ഞാൻ സുന്ദരനും സുമുഖനുമാണ്. എന്നെ സമ്മതിച്ചു കൊടുക്കണം. ഒരു പാരലൽ കോളേജ് അധ്യാപകനായിരുന്ന ഞാൻ ഒരിക്കൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അലമാരയിലിരുന്ന ലവ് ലെറ്റർ നിറച്ച് ചാക്കുകെട്ട് ഇടിഞ്ഞു വീണ് എന്റെ വലത്തെ തോളലിന് പരിക്ക് പറ്റി. അതിനുശേഷം സ്വന്തമായി ലവ് ലെറ്റർ എഴുതുവാനുള്ള സ്വാധീനം നഷ്ടമായി. അതിനാൽ ഈ പ്രേമരോഗിക്ക് നിങ്ങളാൽ കഴിയുന്ന ലവ് നൽകി സഹായിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. NB. ഒരേ സമയം എത്ര പേർക്ക് വേണമെങ്കിലും എന്നെ പ്രേമിക്കാം. കല്യാണം കഴിഞ്ഞ സ്ത്രീകൾക്കും ധൈര്യപൂർവ്വം അപേക്ഷിക്കാം. ഹലോ, എന്താണത്? അത് രാവിലെ ജോഗിങ്ങിന് ഇറങ്ങിയതാ. ഈ 4 മണിക്കോ? 4 മണിയായ പിന്നെ ഈ ഓടുന്നതിന്റെ ഇടയ്ക്കിടയ്ക്ക് ചാടുന്നത് കാരണം സമയം പോണത് അറിയുന്നതേ ഇല്ല. ചിലർക്ക് അങ്ങനെയാ. എന്ത് ഓടിച്ചിട്ടാ സമയം പോകുന്ന അറിയേയില്ല. എന്താണ് നിന്റെ മുഖത്തൊരു റെഡ് കൈപ്പത്തി ചിഹ്നം? ഇവിടെ ഇതോ? ഈ മെയ് 10 ഇലക്ഷൻ ഒക്കെ വരികയല്ലേ, അപ്പൊ അതിന്റെ ഒരു പ്രചരണത്തിന്റെ ഭാഗമായിട്ട് പോസ്റ്ററിന്റെ മിസ്റ്റർ ശിവൻ. മിസ്റ്റർ ശിവൻ? ഏത് ശിവൻ? താഴത്തെ വീട്ടിലെ ശിവൻ. താഴത്തെ വീട്ടിലെ ശിവൻ. ശിവനെ എങ്ങനെ നേരിട്ട് പരിചയമുണ്ടോ? നേരിട്ട് പരിചയമില്ല, ഞങ്ങള് ഫോണിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇത്രയും നാള് കുട്ടിയോട് ഫോണിലൂടെ സംസാരിച്ചിട്ട് കുട്ടിക്ക് സൗണ്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ലല്ലേ കൊച്ചു കള്ളി. അപ്പൊ മിസ്റ്റർ ശിവൻ? കുട്ടി അന്വേഷിക്കുന്ന താഴത്തെ വീട്ടിലെ മിസ്റ്റർ ശിവൻ ഞാനാണ്. താനല്ലേ ഫോണിൽ വിളിച്ച് പെണ്ണുങ്ങളോട് അനാവശ്യം പറയണ റാസ്കൽ. എന്താണത്? ആരാ വിള്? എങ്കെന്തോ വന്ന് ഇങ്ങയൊന്ന് തന്ത് എങ്കയോ പോച്ചടാ. എടാ, നിനക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ? നോക്കിയേ, നീ ശിവനല്ലോ, ചാക്കോച്ചനല്ലേ? പിന്നെ നീ എന്തിനാ വെറുതെ പേര് മാറ്റി പറഞ്ഞത്? അതുകൊണ്ടല്ലേ പടി കിട്ടിയത്. പേര് മാറ്റി പറയേണ്ട ഒരാവശ്യമില്ല. ഒരാവശ്യമില്ല. നീ നിന്റെ ഒറിജിനൽ പേരായ ചാക്കോച്ചൻ എന്ന് പറഞ്ഞാൽ മതി. ആര് ചോദിച്ചാലും മനസ്സിലായോ? അത് മതി. ചാക്കോച്ചൻ ഞാനാണ്. ബസ് സ്റ്റോപ്പിൽ വെച്ച് എന്റെ പെണ്ണിന് ലെറ്റർ കൊടുക്കല തേണ്ടി ഇടിച്ച് കൂമ്പലകാൻ. ഇതെന്തിനാണാവോ? ഇതിപ്പോ എന്തിനാ കിട്ടിയത്? അത് 10 മിനിറ്റ് മുമ്പ് ബസ് സ്റ്റോപ്പിൽ വെച്ച് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തായിരുന്നു. പക്ഷെ എന്റെ റിസൾട്ട് ഇപ്പഴാ കിട്ടിയത്. അതെ, അത് ചില ആൾക്കാരെ നാളിന്റെ പ്രത്യേകതയാണ്. എന്തോ നാളിന്റെ? നിന്റെ നാളെന്താ? ചതയം. ചതയം. ചത ഇനിയും കിട്ടും. എടാ തെണ്ടി, നീ പറഞ്ഞിട്ടല്ലടാ ഞാൻ എന്റെ കറക്റ്റ് പേര് പറഞ്ഞത്. എടാ, ചില സിറ്റുവേഷനിൽ ചില ആൾക്കാരെ കാണുമ്പോ പേര് മാറ്റി പറയുന്നോണ്ട് ഒരു കുഴപ്പമില്ല. പേര് മാറ്റി പറയാലോ. പിന്നെ എന്താ, പേര് മാറ്റി പറഞ്ഞോ? മാറ്റി പറയും. നീ പേര് മാറ്റി പറയണം. പിന്നെ ഞാൻ വർത്താനം പറയരുത്. പറഞ്ഞതേ ഉള്ളൂ. ചാക്കോച്ചൻ ഈ നിൽക്കുന്നവനാണ്. ബസ്സിൽ വെച്ച് തോണ്ടൂലടാ, അയ്യോ. നീ പറഞ്ഞത് വളരെ കറക്റ്റാ. ചില സിറ്റുവേഷനുകളിൽ ചില ആൾക്കാരെ കാണുമ്പോ പേര് മാറ്റി പറയുന്നത് വളരെ നല്ലതാണ്. ഒരുമാതിരി വൃത്തിയോട് കാണിക്കരുത് കേട്ടോ. എന്ത്? നീ ഇപ്പൊ എന്റെ പേര് ചാക്കോച്ച് എന്ന് പറഞ്ഞ് നീയല്ലേ പറഞ്ഞ പേര് മാറ്റി പറഞ്ഞോളാം. നീ നിന്റെ പേര് മാറ്റി പറഞ്ഞോ? ഓ, അപ്പൊ അതാണ് കുഴപ്പം. ഇപ്പൊ ഇനി ഒരാൾ വന്ന് എന്റെ അടുത്ത് എന്റെ പേരെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിന്റെ പേര് സുധീഷാണെന്ന് ഞാൻ പറഞ്ഞോട്ടെ. മനസ്സിലായില്ല. അതായത് ഒരാൾ വന്നിട്ട് എന്റെ അടുത്ത് എന്റെ പേരെന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ സുധീഷാണെന്ന് പറഞ്ഞോട്ടെ. അത് നീ പറഞ്ഞു. പക്ഷെ നീ എന്റെ പേര് ചാക്കോച്ചനാണെന്ന് പറയരുത്. ഞാൻ ചാക്കോച്ചൻ അല്ല. അപ്പൊ നിന്റെ അടുത്ത് പേര് ചോദിച്ചാൽ നീ എന്ത് പറയും? അത് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പേര് പറയും. നേരത്തെ ചോദിക്കാൻ പറ്റുമോ? അതെ, സുധീഷ് അറിയില്ലേ? സുധീഷ്. ഞാനാണ് സുധീഷ്. നീ അല്ലേ കുറച്ചു മുമ്പ് ചാക്കോച്ചെന്ന് പറഞ്ഞു? അതെ. പേര് മാറ്റി കളിക്കടാ പന്നി എന്ന് പറയൂ. ഒരു സുധീഷ് ഉണ്ടല്ലോ നിന്റെ കൂടെ. സുധീഷ് അറിഞ്ഞൂടാ. ആണോ സുധീഷ്? സുധീഷ് നീയാണോ? ഞാനോ? ഞാനല്ല. നിന്റെ പേരെന്താ? എനിക്ക് പേരിട്ടിട്ടില്ല. 10-40 വയസ്സായിട്ട് പേരിട്ടിട്ടില്ലേ? പോയി പേരിട്ട് വേടാ പന്നി.
പേരിട്ടില്ല. ഹാപ്പി ആയി. ഇപ്പഴാ ഈക്വൽ ആയത്. എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. എന്തോന്ന് മനസ്സിലായി? എന്താണെന്നറിയോ? ഇല്ല. അത് ഈ ഏരിയന്റെ കുഴപ്പാ. എന്തോ? ഈ സ്ഥലത്തിന്റെ പ്രശ്നമാണെന്ന്. ഓഹോ. നമ്മൾ ഇവിടെ നിന്ന് ഒരിക്കലും കളവ് പറയാൻ പാടില്ല, സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. അതുകൊണ്ട് ഇനി ആര് പേര് ചോദിച്ചാലും നീ നിന്റെ ഒറിജിനൽ പേരായ ചാക്കോച്ച് എന്ന് പറയാ, ഞാൻ എന്റെ ഒറിജിനൽ പേരായ സുധീഷ് എന്ന് പറയാ. പേര് മാറ്റി പറയണ്ട. പേര് മാറ്റി പറയുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ചാക്കോച്ചനും സുധീഷും. ഓക്കെ ഓക്കെ ഓക്കെ. ആ ചേട്ടൻ വരുന്നുണ്ട്. ചേട്ടനോട് സത്യം തുറന്നു പറഞ്ഞ് മാപ്പ് അപേക്ഷിച്ചു. ശരി ശരി. എക്സ്ക്യൂസ് മീ ചേട്ടാ. എന്താ? അതെ, ഒരു സെക്കൻഡ് ഒന്ന് വന്നേ. എനിക്ക് സമയമില്ല. അല്ല അതല്ല, ഒരു കാര്യം പറയാൻ പറഞ്ഞ് മനസ്സിലായി. ഞാൻ തല്ലി ഒക്കെ സമയം തെറ്റി ഒക്കെ ശരി. അതല്ല, അത് ഇപ്പൊ ഇവിടെ കുറെ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട്, കുറെ പ്രശ്നങ്ങളുണ്ട്. അത് മോനെ എനിക്ക് കേൾക്കാൻ സമയമില്ല. സഹകരിക്കണം പ്ലീസ്. പറഞ്ഞില്ല, എനിക്ക് സമാധാനം കിട്ടുന്നത് അതുകൊണ്ടാണ്. അതായത് സത്യം പറഞ്ഞാൽ ഞാനാണ് ഒറിജിനൽ ചാക്കോച്ചൻ. ഇതെന്തിന്? ഇപ്പൊ ഞാൻ നിന്റെ അടുത്ത് പേര് ചോദിച്ചാ പന്നിയോട് സമയം കളയാനായിട്ട് മനുഷ്യന്റെ മ്യൂസിക് ഡയറക്ടർ എന്താണോ ഞാൻ എപ്പോ നോക്കിയാലും പെണ്ണുങ്ങളുടെ റൂമിൽ അവിടെ എന്താ പരിപാടി? അതെ, അവരുടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഒരു കണ്ണ് വേണോന്ന്. അധികം അവിടെ ചെന്ന് നമ്പർ കാണിച്ചു കഴിഞ്ഞാൽ തന്റെ 2 കണ്ണ് അവർ കുത്തിയെടുക്കൂട്ടോ. ഓ. സൂക്ഷിക്കണത്. അതെ, ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാ. എന്താണ്? നമ്മളുടെ ഇവിടുത്തെ ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ട് നടക്കുന്ന നമ്മുടെ ഡയറക്ടർ ശ്രദ്ധിച്ചിരുന്നോ? നമ്മുടെ സംവിധായകൻ. അയാളിപ്പോ ആളും ആകെ മാറി, മൊത്തം മാറി. അങ്ങനെ അയാളുടെ മേത്താണ് ഇപ്പൊ പ്രേതം കൂടിയേക്കണത്. യക്ഷി അയാളെ പിടിച്ചാ? യക്ഷിയല്ല, പണ്ട് ഈ ബിൽഡിങ്ങില് കുറച്ച് പിള്ളേര് ഒന്നും താമസിച്ചല്ലോ. ഉവ്വ. അതിനകത്ത് കോളേജ് യൂണിവേഴ്സിറ്റിയിലെ മിമിക്രിക്ക് 1ാം സമ്മാനം ഒരു പയ്യൻ ആത്മഹത്യ ചെയ്തെന്നൊക്കെ പറയണത്. ഇവിടെ അവന്റെ പ്രേതമാണ് എന്റെ മേത്ത് കൂടിയേക്കണത്. കൂടിയാക്കണത് എന്ത് ചോദിച്ചാലും സിനിമാതാരങ്ങളുടെ ശബ്ദത്തിലേക്ക് സംസാരിക്കുള്ളൂ. പഴയ രൂപം ഒക്കെ മാറി. ദൈവമേ, സംവിധായകന്റെ ഒരു ഗതിയുടെ ആളും ചെയ്തിട്ട് ഇവിടെയൊക്കെ നടപ്പുണ്ട്. സിനിമാതാരങ്ങളുടെ ശബ്ദത്തിലേക്ക് സംസാരിച്ച അതേവനുണ്ട്. പഴയ കാര്യങ്ങൾ ഒന്നും ഓർമ്മയില്ല. ഒന്ന് ചോദിച്ചു നോക്കി. അത് ശരി. എന്തെങ്കിലും ഓർമ്മയുണ്ടോ? നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. കണ്ട, ഓർമ്മയില്ല, ഒന്നും ഓർമ്മയില്ല. ഓർമ്മ ഞാൻ ഓർപ്പിച്ചു ഓർപ്പിച്ചു. പൂ വേണോ? പൂ മേടിക്കാൻ വന്നതല്ല, മറന്നുപോയാ? ഞാനിവിടെ നാടകത്തിന്റെ ഒരു ക്യാമ്പ് ഉണ്ടെന്ന് പറയാം, ഒരു ചാൻസ് വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, അതായത് മ്യൂസിക് ഡയറക്ടർ ആയിട്ടുള്ള എന്റെ അടുത്ത് ചാൻസ് വെച്ചപ്പോ വന്നേക്കണത്. അത് ശരി. ഞാനിതിന്റെ ഒരു മ്യൂസിക് ഡയറക്ടറാണ്. ചാൻസ് തരാൻ പറ്റുമോ നോക്കട്ടെ. മിമിക്രി ഒക്കെ ചെയ്യോ? ഞാൻ കോളേജിൽ ചെയ്തിട്ടുണ്ട്. കോളേജിൽ ചെയ്തിട്ടുണ്ട്. അത് ശരി. അപ്പൊ മിമിക്രി സിനിമാ താരങ്ങൾ പാട്ടുപാടിയിൽ കേട്ടാ കൊള്ളാന്നുണ്ട്. ശ്രമിക്കാം. ജനാർദ്ദൻ ഒന്ന് പാടിയില്ല ഇരിക്കുന്നോട്ടെ. ജനാർദ്ദൻ ഖുഷിയിലൊരു പാട്ട് പാടാം. ആള് മാറിയില്ലേ? കെട്ടിപ്പൊടി കെട്ടിപ്പൊടിടാ കണ്ണാളെ കണ്ടപ്പൊടി കെട്ടിപ്പൊടിടാ എந்த இடத்தில் சுகமிகம் அதிகம் கண்டுபிடிப்பு கண்டுபிடிப்பு அந்த இடத்தில் ஞண்டுபிடிப்பு ஓ നോ നോ ചീ പോട തണ്ടി. അത് ശരി. ചാൻസ് എന്നെ തന്നെ തണ്ടിന്ന് വിളിച്ചാ നന്നായിട്ട് ആമൂക്കോയുടെ ശബ്ദത്തിലൊന്ന് പാടി. മാറിക്ക് പ്രേതം കൂടിയാക്കുന്നുണ്ട്. ഡാർലിംഗ് ഡാർലിംഗ് നീ എനിക്ക് ലവ് സ്റ്റാർ ഇണങ്ങും പിണങ്ങും കിരുക്കാൻ പറ്റി ഓളെ ഞമ്മള് കെട്ടി അല്ലോ ഐസ ഐസ നീ എനിക്ക് ലവ് സ്റ്റാർ ഇണങ്ങും പിണങ്ങും കുരുത്തം കെട്ടോൾ ഓളെ ഞമ്മക്ക് കിട്ടി മാളൈസ യു ബ്ലഡി ബ്യൂട്ടിഫുൾ. ഇത് നമ്മുടെ KP എന്ന പാട്ടുപാടി എങ്ങനെ ഇരിക്കും നോക്കാം. இஞ்சிருங்கோ இஞ்சிருங்கோ தேடி தந்த சந்தோஷங்கோ ஓ ஜாயே ஓ ஜாயே ஓ ஜாயே ஓ ஜா ஓ ஜா ஓ ஜாயே. കലക്കി ഒരു കാര്യം ചെയ്യ്, കൊച്ചിൻ ഹരിവട ശബ്ദത്തിലൊന്ന് പാടി. പ്രായം നമ്മിൽ മോഹം നൽകി, മോഹം ചുണ്ടിൽ രാഗം നൽകി, പ്രേമം നല്ലിൽ കാനം നൽകി, കാനം നൽകാതെ ഈണം നൽകി, ഈണം ചുണ്ടിൽ ദാഹം നൽകി. നിർത്തറ, ഏത് പന്നിയുടെ പാട്ട് എഴുതിയത്? മനുഷ്യ പാടാൻ പറ്റാത്ത പാട്ട്. അയ്യേ, MS തൃപ്പോണത്തിനുണ്ടല്ലോ നമ്മുടെ താഴത്ത് ஒரு பொண்ணு ஒண்ணு நான் பார்த்தேன், அது மீட்ட சாயங்கால சேர்த்து ഞാൻ ചിരിച്ചാ ചിരിക്കട്ടും മരിച്ചാ മരിക്കട്ടും. ഹായ് ഹായ് ഓയ് ഹായ് ഹായ് പാപ്പു എൻ്റെ അമ്മ പാപ്പു അയ്യോ പാപ്പു ആ പോ. ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. ഞാൻ പോയി അച്ഛനെ വിളിച്ചുകൊണ്ടുവരാം. പള്ളിയിൽ അച്ഛനെ തലക്ക് തന്നെ പിടിപ്പിക്കാം. അതെ
നന്നായിട്ടുണ്ട്. നീ നമ്മളെ മരിച്ചുപോയ കുതിരവട്ടം പപ്പു പാട്ട് പാടിയ ഒരെണ്ണം കേട്ടാ. താങ്ക് തക്ക് ചില്ലം ചില്ലം പളാങ്ക് തക്ക് ചന്ദ്രമൃതങ്കം മേലേക്കാവിൽ പൂരക്കാവടി പാണ്ടിപ്പടയുടെ തെഞ്ചിത്തിരി താളം കൈ 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 മേളം കോമരങ്ങൾ പൊഴിയുന്ന പഞ്ചവാദ്യത്തകിലുണ്ട് സതിരുണ്ട്. അയ്യോ ടാക്സി വിളിക്കാം. വാടാ മോനെ വാടാ. അവൻ കണ്ടോ വരണ വരവോക്ക്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പേഴ്സണലായിട്ട് പറയുക, എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അത് നിന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. അത് അച്ഛന്റെ കയ്യിൽ തന്നെ ഇരിക്കുന്നല്ല അച്ഛോ നല്ലത്. നിനക്ക് സിനിമാ നടന്മാരുടെ പ്രേതം കയറിയിരിക്കുകയാണെന്ന് പള്ളിമേടയിൽ വന്ന് പറഞ്ഞപ്പോൾ ഇത്രയ്ക്ക് കൂടുതലാണ് നിനക്ക് വട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. അതെ, എനിക്ക് വട്ടാണ്. വല്ലാതെ കളിച്ചാൽ കറുത്ത പിശാചേ. നീ ഒരു കാര്യം മനസ്സിലാക്കണം. നിന്റെ ആക്ഷനും ഡയലോഗും കണ്ടിട്ട് നിനക്ക് എന്താണ് അസുഖമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മോനെ ഫാദറെ, ഞങ്ങൾ ഡോക്ടർമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ രോഗത്തിന് ഞെളിയമ്പറമ്പിൽ അബ്ഡോണിക് അഫയേഴ്സ് എന്നാണ് പറയാറ്. ലക്ഷത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് വരാവുന്ന രോഗം. ഞാനൊരു തിരുമേനിയാണോ? എന്നോട് നീ റെവറൻസ് കാട്ടരുത്. എന്നെ ബഹുമാനിച്ചില്ലെങ്കിലും ഞാൻ ഇരിക്കുന്ന കുപ്പായത്തെ നീ ബഹുമാനിക്കണം. നേരാ തിരുമേനി, ഈ പച്ചന് ബഹുമാനം അല്പം കുറവാ. അന്യം വിറക്കുന്ന കാശ് കൊണ്ട് അപ്പവും വീഞ്ഞും കഴിച്ച് കോണ്ടാസയിലും പെൻസിലും കയറി ഇറങ്ങി നടക്കുന്ന വെളുവെളുത്ത കുപ്പായത്തോട് തിരുമേനി നേരത്തെ പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, എന്തോന്നാ? ഇറവറൻസ്, ബഹുമാനക്കുറവ്. എനിക്കതല്പം കുറവാ. ഒരു വടി കിട്ടിയിരുന്നെങ്കിൽ നിനക്കിട്ടൊരു പെട തരാമായിരുന്നു. ഫാദർ, നിന്റെ പേരെന്താണ്? എന്റെ പേര് ഫാദർ തെങ്ങിൻ തോപ്പിൽ. 2 തെങ്ങിൻ തടി കിട്ടിയിരുന്നെങ്കിൽ ഇവനെ ചതച്ചു കൊല്ലാമായിരുന്നു. അച്ഛേ, നീ ഇപ്പോൾ എന്താണ് കാട്ടിയത്? ഞാൻ തുമ്മിയതാണ്. ഇനി മേലാൽ പറഞ്ഞിട്ട് തുമ്മണം, അല്ലെങ്കിൽ ഞാൻ പറന്നു പോകും. വിശുദ്ധ ലൂക്കാ എഫെസിക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, തെറ്റിത്താര തെറ്റിത്തൈ തിത്തൈ തകതകതൈതോം എന്ന് വെച്ചാൽ നീ എന്താണ് ചെയ്യുന്നതെന്നും എന്താണ് പ്രവർത്തിക്കുന്നതെന്നും നിനക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ ഈ മുഖം? ഇല്ല. ചർക്കയിൽ നൂറ്റെടുത്ത കതർ കൊണ്ട് നാണം മറയ്ക്കുന്ന ദരിദ്രവാസി കുപ്പായക്കാരനെ പുറംകാല് കൊണ്ട് ചവിട്ടി താഴ്ത്തി. ആര്? നിന്റെ അപ്പൻ. തേണ്ടി തന്തയ്ക്ക് വിളിക്കുന്നോടാ റാസ്കൂലി. ഈ പരചന്ദ്രനെന്ന് പിടി മുറിക്കാ പിന്നെ നിന്റെ പോപ്പിനും ആവില്ല നിന്നെ രക്ഷപ്പെടുത്താൻ. ദിസ് ഇസ് മൈ ലാസ്റ്റ് വാർണിംഗ്. ഐ ജസ്റ്റ് ഡോണ്ട് കെയർ എ ഷിറ്റ്. നിനക്ക് എപ്പോഴും ഇപ്പോഴും ഷിറ്റായിരിക്കട്ടെ. ഷിറ്റ എഴുന്നേറ്റ് വാടാ കശ്മല. ഈശ്വരൻ, ഞാനിപ്പോ എവിടെ? നിനക്ക് സിനിമാ നടന്മാരുടെ പ്രേതം കയറിയിരിക്കുകയായിരുന്നു. ഞാനത് ഒഴിപ്പിച്ചോ? എനിക്കത് വിശ്വസിക്കാൻ കഴിയില്ല. നീ അത് വിശ്വസിക്കണം. അച്ഛാ, ഈ ഉപകാരം ഞാൻ മരിച്ചാലും മറക്കില്ല. നിന്റെ അന്ത്യകുദാശയ്ക്ക് ഞാൻ എത്തിയിരിക്കും. എന്തെല്ലാം അവർ നോക്കിക്കുന്ന ഡാൻസ് തുടങ്ങടോ. എന്നാലും ഞാൻ ആ ഡാൻസ് കണ്ടുകൊണ്ട് അവിടെ ഇരിക്കാം. അപ്പൊ ഫാദർ കണ്ടുകൊണ്ടേ. സത്യം പറയാലോ, എന്റെ പുറകേന്ന് ആ സാധനം മാറുന്നില്ല. എന്തെങ്കിലും ഒരു പ്രതിവിധി കാണണം, അവളെ തളയ്ക്കണം. ഇവിടെ ഒരു പ്രേതബാധയുടെ ഉപദ്രവം ഉണ്ടെന്ന് കാര്യസ്ഥം വന്ന് അങ്ങോട്ട് പറഞ്ഞപ്പോ ഇതുപോലത്തെ ഒരു ഭാർഗവീ നിലയായിരിക്കും അങ്ങോട്ട് നിരീക്ഷില്ല. ആട്ടെ, അവളെത്ര കൊടി കെട്ടിയവളാണെങ്കിലും ഈ തിരുമുൽപ്പാടിന് മുമ്പിൽ അവളൊന്നുമല്ല. ഞാൻ അവളെ ആവാഹിക്കും. അതിന് തന്റെ സഹായം എനിക്ക് ഇങ്ങോട്ട് വേണം. അവളെ കണ്ടപ്പോ എങ്ങനെയായിരുന്നു എന്നങ്ങോട്ട് പറയാ. അവൾ ആദ്യമായിട്ട് ഞാൻ കണ്ടത് ഇവിടെ വെച്ചാണ് കണ്ടേ. പരീക്ഷണം വേണ്ട, എന്നോടും വേണ്ട. ചുട്ട കോഴിയെ പറപ്പിച്ചിട്ടുള്ളവനായി തിരുമുൽപ്പാട്. ചെന്ത് മണ്ടത്തിനോട് കാണിച്ചത്. ചുട്ട കോഴിനെ ആരെങ്കിലും പറപ്പിച്ചൂടോ? തിന്നൂലേ? ചുട്ട കോഴി എന്ന് വെച്ചാൽ എന്താന്ന് താൻ വിചാരിച്ചേ? എന്താ? ചിക്കൻ ടിക്ക. ആഹാ, അത് ശരി. അപ്പൊ തിരുമേനി, അവളുടെ കാഴ്ചപ്പാടല്ലേ ചോദിച്ചത്. ഞാൻ പറഞ്ഞുതരാം. അവള് നല്ല സുന്ദരിയായിട്ട് വെള്ളസാരിയൊക്കെ ഉടുത്ത് അണിഞ്ഞൊരുങ്ങി ഇങ്ങനെ നടന്നു വന്നിട്ട് എന്നെ ഇങ്ങട് വാ
വാ എന്ന് മാടി മാടി വിളിക്കും. താൻ ഇവിടെ വെച്ച് തന്നെയാണോ അവളെ കണ്ടത്? അതോ വല്ല വെള്ളം അടിച്ചു നിൽക്കുമ്പോ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിന്റെ പരിസരത്താണോ? അതല്ല, ഇത് യക്ഷിയാണ്. ഉറപ്പ്? ഉറപ്പ്. എന്നാ പറയാ അവളെ എങ്ങനെയാ വന്നത്? അവൾ ഇങ്ങനെ വരും. ആദ്യം തന്നെ ഈ വെള്ള സാരിയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അത് യക്ഷിപ്പാട്ടാണ്, അത് പാടരുത്. എന്താ? പിന്നെ അവളുടെ ഗോഷ്ഠികളൊക്കെ എങ്ങനെയാ? ഗോഷ്ഠികള് ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഇരിക്കായിരുന്നു. ഇത് ഞാനാണ്. അങ്ങോട്ട് തിരിഞ്ഞു തന്നോ, നോക്കിയേ. ഇങ്ങനെ പേടിപ്പിക്കണേ. 2 അറ്റാക്ക് കഴിഞ്ഞ ഒരു ജന്തുവാണ്. ഇനി ഒരു അറ്റാക്ക് വന്ന എന്റെ ശവതാവ് ഇവിടെ തന്നെ തീർക്കേണ്ടി വരും. മനസ്സിലായോ? അതിരിക്കട്ടെ, താൻ എന്ത് ക്രിയ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവള് വന്നത്? ഞാൻ ഇന്നലെ വടയും ചായയും കഴിച്ചോണ്ടിരുന്നപ്പോഴാണ് വന്നത്. വട കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ വന്നു. സംശയിക്കണ്ട, അത് വടയക്ഷി തന്നെ. പിന്നെ എന്തൊക്കെയുണ്ട്? പിന്നെ ഈ മുടിയൊക്കെ ഇങ്ങനെ പനങ്കൊല പോലെ കിടക്കാണ്. എന്നിട്ട് ഇങ്ങോട്ട് ഇഴയാണ് ഇങ്ങനെ. ആര്, താനോ? ഞാനല്ല, മുടി ഇഴയുന്നു പനങ്കുല പോലെ. പേടിക്കണ്ട, പനയിലാണ് താമസം. അതെ, എന്തായാലും ഞാൻ ആവാഹിക്കാം. ആവാഹിക്ക്. ഓം ക്രീം ഐസ്ക്രീം, ഫേസ് ക്രീം, ഷേവിംഗ് ക്രീം, മിൽമ ക്രീം, നിവ്യ ക്രീം, ബോഡി ക്രീം, സ്വാഹ. അയ്യോ, എന്താ സംഭവിച്ചേ പറയാ? ആരെങ്കിലും ഒന്ന് പിടിക്കോ? പുള്ളിക്കടുത്ത് ഉറങ്ങായിരുന്നു, പെട്ടെന്ന് ഈ കിണ്ടി വന്ന് ദേഹത്ത് വന്ന് വീണു. ഇത് കൈ കിട്ടിയ പിന്നെ ഭയങ്കര പേടിയും അലർച്ചയും ബഹളമാണ്. കിണ്ടി ഇയാളെ വിടാതെ പിന്തുടരുകയാണ്. അതങ്ങോട്ട് വാങ്ങുക. അതിനകത്തൊന്നും ഉണ്ടാവൂല. അകന്ന് നിൽക്കുക. അടുക്കില്ല. ഓ കാളി ഭദ്രകാളി മാണിക്കത്തിന് തന്നെ പന്തം പിടിച്ചവൻ ചൂട്ടുപിടിച്ചവൻ പന്തം പിടിച്ചു. ഓം കുടുംബ ഓം കാളി മന്ത്രകാളി തന്ത്രക്കെട്ട ആഹുജി വർണ്ണ ശുടചിത്ര മനസ്സിവായി തന്നെ സേവിക്കുന്നു. അവരെ കുട്ടാ മെല്ലപ്പ നോക്കണം. പോയാ? പോയി. പോയിരിക്കണു. ആ വാലിലൊന്ന് നോക്കിയേ. ഇല്ല, പോയി. ധൈര്യമായിട്ട് കൊണ്ടുപോക്കോളൂ. സമ്മതിക്കണം. ഇതാണ് തിരുമുൽപ്പാടിനെ സമ്മതിക്കണമെന്ന് എല്ലാവരും പറയുന്നത്. ആ കാലിൽ തൊട്ടൊന്ന് വന്നിക്കട്ടെ.